ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 4 ഒന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൽ പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ ഒരു ടെമ്പിൾ ആണ് കാണുന്നത്. നിഗൂഢതകൾ നിറഞ്ഞ ആ സ്ഥലത്തോട്ട് സനമിയും ഒപ്പനായും അവരുടെ കൂടെ 2 ഡീമൺ സ്ലേയേഴ്സും വരുന്നു. നിനക്ക് ഉറപ്പാണോ അവരിങ്ങോട്ട് തന്നെയാണോ വന്നേ എന്ന് ഒബനായി ഒരു ഡീമൺ സ്ലെയറിനോട് ചോദിക്കുന്നു. സോ കഴിഞ്ഞ ദിവസം ഗ്രാമത്തിൽ നിന്നും ഒരു പെണ്ണിനെ എടുത്തുകൊണ്ട് ഒരു ഡീമൺ ഇങ്ങോട്ട് വരുന്നത് ആ ഡീമൺ സ്ലെയേഴ്സ് കണ്ടിരുന്നു. എന്നാൽ അവർ ആ ടെമ്പിളിന്റെ അകത്തോട്ട് കയറി നോക്കിയ സമയത്ത് അവരെ കൊണ്ടൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോഴാണ് അവരൊരു കാഴ്ച കാണുന്നത്. ഇന്ന് മറ്റൊരു ലേഡിയും കൊണ്ട് ഒരു ഡീമൺ ആ ടെമ്പിളിനെ ലക്ഷ്യമാക്കി പോകുന്നു. ഇത് കണ്ട അവർ 4 പേരും പെട്ടെന്ന് ആ ഡീമൺ പുറകെ പോകുന്നു. ഇതിനോടകം തന്റെ പുറകെ ഡീമൺ സ്ലെയേഴ്സ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആ ഡീമൺ, ഇന്നലെ രാത്രി തന്നെ ഞാൻ അവനെ ഇല്ലാതാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ ആ ഡീമൺ അതിനകത്തോട്ട് ഓടി പോകുന്നു. ആ ഡീമനെ ഫോളോ ചെയ്ത് അവർ 4 പേരും ആ ടെമ്പിളിന്റെ അകത്തോട്ട് കയറുന്നു. അവർക്ക് ചുറ്റും ഒരുപാട് ഡീമൺസ് മറഞ്ഞു നിൽക്കുന്നുണ്ട്. പെട്ടെന്നതാ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡീമൺ സ്ലെയറിന്റെ നേരെ ഒരു ഡീമൺ ചാടി വീഴുന്നു. ഇത് കണ്ട ഒബനായി പെട്ടെന്ന് തന്നെ ആ ഡീമനെ അങ്ങ് കൊന്നു കളയുന്നു. ഇത് കണ്ട് മറിഞ്ഞിരിക്കുന്ന എല്ലാ ഡീമൺസും പുറത്തു വരുന്നു. പിന്നീട് അവിടെ നടക്കുന്നത് ഡീമൺസും ഹാഷറാസും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ്. തന്റെ മുൻപിലോട്ട് വരുന്ന എല്ലാ ഡീമൺസിനെയും സെനമിയും ഒബനായും ഇല്ലാതാക്കുന്നു. ഡീമൺ സ്ലേയേഴ്സിന്റെ നേരെ വരുന്ന ഡീമൺസിനെ ഡീമൺ സ്ലേയേഴ്സും ഇല്ലാതാക്കുന്നു. തങ്ങളുടെ മുമ്പിലോട്ട് വന്ന എല്ലാ ഡീമൺസിനെയും വളരെ പെട്ടെന്ന് അവർ ഇല്ലാതാക്കുവാണ്. ശരി, ഇനി നിങ്ങൾ 2 പേരും തിരിച്ചു പോക്കോ, ഇവിടെയുള്ളത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ഒബനായി ആ ഡീമൺ സ്ലേയേഴ്സിനോട് പറയുവാണ്. അവർ പോയതിനു ശേഷം ഒബനായി സനമിയോട്, ഇവിടെ നടക്കുന്ന എന്തോ ഒരു കാര്യം ശരിയല്ല. ഇത്രയും ഡീമൺസിനെ ഒരുമിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ശരിയാ, എനിക്കും അത് തോന്നിയായിരുന്നു എന്ന് സനമിയും പറയുന്നു. പെട്ടെന്നാണ് ആ ഡീമൺ പിടിച്ചോണ്ട് പോയ ലേഡി മുകളിൽ നിന്നും നിലവിളിക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. ഈ ശബ്ദം കേട്ട് സനമി പെട്ടെന്ന് നിന്നെ മുകളിലോട്ട് ചാടുന്നു. എന്ന് അവൻ കാണുന്നത് ഒരു ലോഡ് ഡീമൺസിനെയാണ്. ഒരു നിമിഷം ആ ഡീമൺസിനെ തന്നെ അവൻ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് ആ ഡീമൺസ് ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. വിൻഡ് ബ്രീത്തിങ് സെക്കൻഡ് ഫോം എന്ന് പറഞ്ഞ് സനമി അവരെ എല്ലാവരെയും ഇല്ലാതാക്കുന്നു. എന്നാൽ പുറകിൽ മറിഞ്ഞിരുന്ന മറ്റു കുറച്ച് ഡീമൺസ് പെട്ടെന്ന് തന്നെ ഇവന്റെ അടുത്തോട്ട് വരുന്നു. ഇതിനോടകം സനമിയുടെ പുറകിൽ നിന്ന് ചാടി വന്ന ഒബനായി സർപ്പന്റ് ബ്രീത്തിങ് ഫിഫ്ത് ഫോം എന്ന് പറഞ്ഞ അവരെ മുഴുവനായിട്ടും ഇല്ലാതാക്കുന്നു. അത് വളരെ അടുത്തായിരുന്നു എന്ന് ഒബനായി പറയുന്നു. നിന്നോട് ആരാടാ എന്നെ സഹായിക്കാൻ പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ് സനമി. സോ ഇതെല്ലാം കണ്ടോണ്ടിരുന്ന ആ ഡീമൺ മനസ്സിലാവുന്നു ഇവരൊരു നോർമൽ ഡീമൺ സ്ലെയർ അല്ല, പവർഫുൾ ആഷ്റാസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡീമൺ അവിടെ നിന്നും ഓടുന്നു. ആ ഡീമൺ ഓടി രക്ഷപ്പെടുന്നത് കണ്ട സനമി പറയുവാണ്, ഏയ് ഡീമൺ, ആ പെണ്ണിനെയും നിന്റെ തലയും നീ താഴെ വെച്ചേക്ക, അല്ലെങ്കിൽ ഞാൻ തന്നെ ആ തല അങ്ങ് എടുക്കും. ആ ഡീമണ് പുറകെ പോകുന്ന സനമിയെ കണ്ട മറ്റു ഡീമൺസ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ സനമി എന്നാ സുമ്മാവാ, വളരെ സിമ്പിളായിട്ട് എല്ലാത്തിനെയും അങ്ങ് തീർത്ത് കളയുന്നു. എന്ന ഈ അവസരം മുതലെടുത്ത് ആ ഡീമൺ ആ ലേഡിയും കൊണ്ട് പുറത്തോട്ട് ചാടുന്നു. അതിന്റെ പുറകെ പോയ സനമിയും ഒബനായും കാണുന്നത് റൂഫിൽ നിൽക്കുന്ന ഒരുപാട് ഡീമൺസിനെയാണ്. ഇത്രയധികം ഡീമൺസ് എവിടെ നിന്നാ വരുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. നീ ആ ലേഡിയെ പോയി രക്ഷിക്കുക, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് ഒബനായി പറയുന്നു. സർപ്പന്റ് ബ്രീത്തിങ്ങിന്റെ 4th ഫോം യൂസ് ചെയ്ത് അവിടെയുള്ള എല്ലാ ഡീമൺസിന്റെയും തല അങ്ങ് അറുത്ത് കളയുന്നു. ഇതേ സമയം ആ ലേഡിയെ രക്ഷിക്കാൻ പോയ സനമി അവരെ ഫോളോ ചെയ്ത് ആ ടെമ്പിളിന്റെ മുകളിലെത്തുന്നു. നീ എന്താ വിചാരിച്ചേ, ഈ നോർമൽ ആയിട്ടുള്ള ഡീമൺസിനെ വെച്ച് നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമെന്നോ? ഇവിടെ വെച്ച് നീ നിന്റെ തോൽവി അങ്ങ് സമ്മതിച്ചേക്ക്, നീ അർഹിക്കുന്ന മരണം ഞാൻ നിനക്ക് തരാം എന്ന് സനമി ആ ഡീമണോട് പറയുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരുപാട് ഡീമൺസ് അവന് നേരെ ചാടുന്നു. വിൻഡ് ബ്രീത്തിങ്ങിന്റെ 4th ഫോം യൂസ് ചെയ്ത് സനമി എയറിൽ നിന്ന് തന്നെ ആ ഡീമൺസിനെ ഇല്ലാതാക്കുന്നു. ചോര കൊണ്ട് ഒരു മഴ തന്നെ അവിടെ പെയ്യ്ക്കുന്നു. ഈ ലേഡിയെ ഫോളോ ചെയ്തല്ലേ നീ ഇങ്ങോട്ട് വന്നേ, ഇവളെയാണോ നിനക്ക് വേണ്ടേ എന്ന് പറഞ്ഞ ഡീമൺ അവളെ താഴോട്ട് എറിയുന്നു. പെട്ടെന്ന് അങ്ങോട്ട് വന്ന ഒബനായി അവളെ രക്ഷിക്കുന്നു. പെട്ടെന്ന് ആ ഡീമൺ അവിടെ നിന്ന് ഓടി ആ ടെമ്പിളിന്റെ അകത്തോട്ട് ചാടുവാണ്. സനമിയും ഒബനായും അവന്റെ കൂടെ താഴോട്ട് ചാടുന്നു. താഴോട്ട് ചാടിയ അവർ കാണുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഡീമൺസ് ഇവരെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്താ നടക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. മുസാൻ കിബുക്സുജിയുടെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഇൻഫിനിറ്റി കാസ്റ്റൽ ആണത്. എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ കൊന്നിട്ടേ ഇവിടെ നിന്നും പോവുള്ളടാ എന്ന് പറഞ്ഞ് സനമി അവന് നേരെ ചാടുന്നു. പെട്ടെന്ന് ആ ഇൻഫിനിറ്റി കാസ്റ്റൽ അവിടെ നിന്നും അപ്രത്യക്ഷമാവുന്നു. തിരിച്ചാ ടെമ്പിളിന്റെ അകത്തോട്ട് എത്തി അവർ 2 പേരും എന്താ ഇവിടെ നടക്കുന്നേ, എന്താ എനിക്കറിയില്ല എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന കാനോനെയാണ് കാണുന്നത്. ബട്ടർഫ്ലൈ മെൻഷനിലോട്ട് എത്തിയ അവളെ ആ 3 കുട്ടികളും വെൽക്കം ചെയ്യുന്നു. പിന്നീട് കാനോ തന്റെ മാസ്റ്റർ ആയിട്ടുള്ള ഷിനോബുടെ അടുത്തോട്ട് പോകുന്നു. സോഡ് സ്മിത്ത് വില്ലേജിൽ വെച്ച്
നമുക്ക് 2 അപ്പർ മൂൺ ഡീമൺസിനെ ഇല്ലാതാക്കാൻ സാധിച്ചു. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ടോക്കിറ്റോയോടും കാൻഡ്രോജിയോടും ടാഞ്ചറോയോടും പിന്നെ മറ്റുള്ളവരോടുമാണ്. എന്നാൽ ഇപ്പൊ പ്രശ്നം അതൊന്നുമല്ല. നിസുക്കോയെ കൊണ്ട് സൂര്യപ്രകാശത്ത് പുറത്തിറങ്ങാൻ സാധിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഈ കാര്യം മൂസാൻ കിബുസുജിക്ക് മനസ്സിലായി കാണും. എപ്പോ വേണമെങ്കിലും നിസുക്കോയെ കൊണ്ടുപോവാൻ അവൻ വരും. സോ ഞാനിപ്പോ ഹാഷ്റാസിന്റെ മീറ്റിംഗിന് പോവാണ്, നിസുക്കോയെ നീ വേണം നോക്കാൻ എന്ന് പറഞ്ഞ് ഷിനബു അവിടെ നിന്നും പോകുന്നു. ഡീമൺ സ്ലെയർ ഹാഷ്റ ട്രെയിനിങ് ആർക്കെന്ന ഈ സീരീസ് അവിടെ വെച്ച് ആരംഭിക്കുന്നു. പിന്നീട് ടാഞ്ചറോയെയും ഗോട്ടോനെയാണ് കാണുന്നത്. എന്ത്, അവരവിടം വിട്ടു പോവാണോ? അതെ, നശിച്ചുപോയ അവരുടെ വില്ലേജ് അവർ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 അപ്പർ മൂൺ ഡീമൺസ് അങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ ഒരു ഡീമൺ അങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി വന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവരുടെ കയ്യിൽ ആളുകളില്ലാത്ത വേറെ ഒരുപാട് വില്ലേജസ് ഒക്കെ ഉണ്ട്. സോ അവരെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പോട്ടെ, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. 7 ദിവസത്തിന് ശേഷമാണ് ഇത്രയും നന്നായിട്ട് നീ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. എനിക്കെന്ത് കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. മിസ്റ്റർ കാൻഡ്രോജി എന്നോട് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചാലേ നന്നായി പവർഫുൾ ആവാൻ പറ്റുള്ളൂ എന്ന്. അത് ശരിയാ, ഓരോ ദിവസം കഴിയുന്തോറും നീ അവരുടെ അത്രയും പവർഫുൾ ആയിട്ട് മാറുന്നുണ്ട് എന്ന് ഗോട്ടോ മനസ്സിൽ ചിന്തിക്കുന്നു. അന്ന് ആ ഫൈറ്റ് നടന്നിട്ട് 7 ദിവസത്തിന് ശേഷമാണ് നിനക്ക് ബോധം വന്നത്. പക്ഷേ ടോക്കിറ്റോക്കും കാൻഡ്രോജിക്കും 3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ബോധം വന്നു. ഓ, നല്ല കാര്യം എന്ന് ടാഞ്ചറോയും പറയുന്നു. ടാഞ്ചറോ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നിന്റെ അനിയത്തി നെസുക്കോക്ക് ഇപ്പൊ സൂര്യപ്രകാശത്ത് ഇറങ്ങി നടക്കാൻ പറ്റുമല്ലേ? അതെ, പക്ഷെ അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഒരുപക്ഷെ അവൾ തിരിച്ച് മനുഷ്യനായി മാറുമായിരിക്കോ, അതോ മുഴുവനായിട്ടും ഒരു ഡീമണായി മാറുവാണോ? അവൾ ഡീമണായിട്ടും മനുഷ്യരെ അറ്റാക്ക് ചെയ്യാത്തത് എന്താണെന്ന് ഞങ്ങൾ കുറെ റിസർച്ച് ചെയ്ത് നോക്കിയതാ എന്ന് ടാഞ്ചറോ പറയുന്നു. ഓ, ഇതിനെ പറ്റി ലേഡി ഷിനോബോ ആണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ? അല്ലല്ല, ലേഡി തമായാണോ എനിക്ക് പറഞ്ഞു തന്നെ. അതാരാ ലേഡി താമായോ? അപ്പോഴാണ് ടാഞ്ചറോക്ക് താമയെ പറ്റി ഇവിടെ പറയാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നതാ. അവൻ അവിടെ ചുമച്ച് ആ വിഷയം തന്നെ മാറ്റി കളയുന്നു. സോ ലേഡി താമയോ ഒരു ഡീമൺ ആണ്, അവരെ പറ്റി ഇവിടെ പറയാൻ പാടില്ല. നിസുക്കോക്ക് സൂര്യപ്രകാശത്ത് ഇറങ്ങി നടക്കാമെന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഇവിടെ വലിയൊരു ആശ്ര മീറ്റിംഗ് തന്നെ നടക്കുന്നുണ്ട്. അതിലിനി എന്തൊക്കെ തീരുമാനങ്ങളാ കൊണ്ടുവരുന്നതെന്ന് ആർക്കറിയാം. സോഡ് സ്മിത്ത് വില്ലേജിൽ നടന്ന ആ ഫൈറ്റിന് ശേഷം ഇപ്പൊ എല്ലാ ആശ്രാസും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കാൻഡ്രോജി, അന്ന് അപ്പർ മൂണിന്റെ കൂടെ നടന്ന ആ ഫൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ജനമി അവളോട് ചോദിക്കുന്നു. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ ഫുൾ പവർ അവിടെ യൂസ് ചെയ്യാൻ പറ്റി. എന്താ മോയിച്ചറോ, ശരിയല്ലേ എന്ന് കാൻഡ്രോജി ചോദിക്കുന്നു. അതെ എന്ന് അവനും പറയുന്നു. ഓ, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. എനിക്കും ഒരു അപ്പർ മൂണിന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം എന്ന് ജനമി പറയുന്നു. ഇത് കേട്ടോബനായി, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ ഫൈറ്റിന് ശേഷം എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ? എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഓക്കെയാണ് എന്ന് കാൻഡ്രോജി പറയുന്നു. ഇവനെന്തിനാ എന്നെ പറ്റി ചിന്തിക്കുന്നേ? ഇവനിക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചിന്തിക്കുകയാണ് കാൻഡ്രോജി. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ എന്നെ കൊണ്ട് 100% റിക്കവർ ആവാൻ സാധിച്ചിട്ടില്ല എന്ന് ടോക്കിട്ട് അവരോട് പറയുന്നു. ഇതൊക്കെ കേട്ട് സ്റ്റോൺ ആഷ്റ, നമുക്ക് ഒരു ആഷ്റയെ കൂടി നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അത് ഡീമൺ സ്ലെയർ കോർപ്പിന് വലിയൊരു തിരിച്ചടിയായേനെ. എന്നാൽ നിങ്ങൾ രണ്ടുപേരും 2 അപ്പർ മൂൺ ഡീമൺസിനെ ഇല്ലാതാക്കി ഇപ്പോ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. അത് വലിയൊരു കാര്യമാണ്. അപ്പോഴാണ് മാസ്റ്റർ കഗായോടെ ഭാര്യയായിട്ടുള്ള അമാനെ അങ്ങോട്ട് വരുന്നത്. ഇത്രയും നേരം ഇവിടെ എനിക്ക് വേണ്ടി കാത്തിരുന്നതിന് ഒരുപാടധികം നന്ദിയുണ്ട്. മാസ്റ്റർ കഗായോക്ക് പകരം ഇനി മുതൽ മീറ്റിംഗ് നടത്തുന്നത് ഞാനായിരിക്കും. അവരുടെ ആരോഗ്യനില വളരെയധികം മോശമാണ്. അവരെ കൊണ്ട് ഒരിക്കലും ഇനി നിങ്ങളെ കാണാൻ സാധിക്കില്ല. അതിന് എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞ അമാനെ അവരുടെ മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്നു. ഇത് കണ്ട് ഒരു നെട്ടിലോടെ അവരെ തന്നെ ഹാഷ്റാസ് നോക്കി നിൽക്കുന്നു. ലേഡി അമാനെ, ഞങ്ങൾക്കത് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് സ്റ്റോൺ ഹാഷർ അവരോട് പറയുന്നു. പിന്നീട് അമാനെ അവരോട് എല്ലാവരോടും പറയുന്നു, നിങ്ങൾ എല്ലാവരും ഇതിനോടൊക്കെ അറിഞ്ഞു കാണും. ഇപ്പൊ ഒരു ഡീമണ് സൂര്യപ്രകാശത്ത് ഇറങ്ങി നടക്കാൻ സാധിക്കും. ആ ഡീമൺ ആണെങ്കിൽ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്. എന്ത് വില കൊടുത്തും മൂസാൻ കിബുക്സുജി ആ ഡീമണെ പിടിക്കാൻ വേണ്ടി വരും. അവനും സൂര്യപ്രകാശത്ത് പുറത്തിറങ്ങാൻ വേണ്ടിയാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ വലിയൊരു യുദ്ധമാണ് ഭാവിയിൽ നടക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ യുദ്ധത്തിൽ മിക്സൂരിക്കും കാൻഡ്രോജിക്കും ചില മാർക്കുകൾ വന്ന കാര്യം ഞാൻ അറിഞ്ഞു. അതൊരു സാധാരണ മാർക്കല്ല, സെങ്കോക്കോ പീരിയഡ്. അതായത് മൂസാൻ കിബുക്സുജിയെ ഏകദേശം തോൽപ്പിക്കാനായ ഒരു കാലഘട്ടം. അന്നുണ്ടായിരുന്ന സോർട്സ്മാൻസ് ആണ് ആദ്യമായിട്ട് ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അവർക്കെല്ലാവർക്കും ഏകദേശം ഇതുപോലത്തെ മാർക്കിംഗ് ഉണ്ടായിരുന്നു. ഇത് കേട്ട് ജനമി, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നേ. ഇതൊക്കെ എന്തിനാ സീക്രട്ട് ആക്കി വെക്കുന്നേ? അന്നുണ്ടായിരുന്നവർക്ക് മാത്രമേ ആ മാർക്കിംഗ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വന്നവർക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും അത് ശ്രദ്ധിക്കാനും നിന്നിരുന്നില്ല. അതിനെ പറ്റിയുള്ള കുറച്ച് രേഖകൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ പറയുന്നത് ഒരാൾക്ക് ആ മാർക്കിംഗ് ഉണ്ടെങ്കിൽ അവർക്ക് ചുറ്റുമുള്ളവർക്കും അതേ മാർക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജനറേഷനിൽ ഒരാൾക്ക് മാത്രമേ ആ മാർക്കിംഗ് ഉണ്ടായിട്ടുള്ളൂ. അതൊരു ഹാഷിറയല്ല, ഒരു സാധാരണ ഡീമൺ സ്ലെയർ ആയിട്ടുള്ള ടാഞ്ചറോ കമാഡോ. ആ മാർക്കിംഗ് അവൻ എങ്ങനെ വന്നുവെന്ന് അവന് പോലും അറിയില്ല. എന്നാൽ ഇപ്പൊ അവന് ശേഷം നമ്മുടെ കൂടെയുള്ള 2 ഹാഷിറാസിനും ആ മാർക്കിംഗ് വന്നിരിക്കുന്നു. മിസ് കാൻഡ്രോജി, മിസ്റ്റർ ടോക്കിട്ടോ, അതെങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ സാധിക്കുമോ എന്ന് ലേഡി അമാനെ ചോദിക്കുന്നു. എന്ത്, ഞാനോ? അതെ, ഞാൻ പറയാം. അത് പിന്നെ എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ടത്.
അപ്പോൾ എനിക്ക് എന്റെ ബോഡിക്ക് തീരെ ഭാരമില്ലാത്തതുപോലെ തോന്നി. എന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ബടപടാന്ന് പറഞ്ഞ് ഇടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചാടുന്ന സമയത്ത് ഞാൻ മുകളിലോട്ട് പോകും. എന്റെ സോഡ് വീശുന്ന സമയത്ത് ആ ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. അങ്ങനെ ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെയൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാൻഡ്രോജി. ഇതൊക്കെ കേട്ട് എല്ലാവരും അവളെ തന്നെ തുറച്ചു നോക്കുന്നു. സോ അവള് പറഞ്ഞത് ആർക്കും മനസ്സിലാവാത്തത് കൊണ്ട് എല്ലാവരോടും അവൾ സോറി ചോദിക്കുന്നു. പിന്നീട് ടോക്കിട്ടോ ആണ് പറയാൻ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഫൈറ്റിൽ ഞാനൊരു പോയിസൺ നിറഞ്ഞ വാട്ടറിൽ കുടുങ്ങിപ്പോയി. എന്റെ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് ആ പോയിസൺ എന്റെ ശരീരത്തിൽ കയറാതെ ഞാൻ തടയാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഒരു കുട്ടി തന്റെ ജീവൻ പോലും പണയം വെച്ച് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. പഴയ കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് ഒരുപാട് ദേഷ്യം തോന്നി. അപ്പൊ എന്റെ ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റിൽ 200 എണ്ണെങ്കിലും കാണും. എന്റെ ബോഡി ടെമ്പറേച്ചർ പതിവിലും ഒരുപാട് കൂടുന്ന പോലെ എനിക്ക് തോന്നി. പണ്ട് എനിക്ക് പനി വന്ന സമയത്ത് എന്റെ ബോഡിയുടെ ടെമ്പറേച്ചർ എത്രയായിരുന്നോ അത്രയോ ആയിരുന്നെന്നാണ് എനിക്ക് തോന്നിയത്. ഇത് കേട്ട് ജനമി, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ ഉദാഹരണമായിട്ട് നിങ്ങൾ പറയുന്നേ എന്ന് ചോദിക്കുന്നു. സിമ്പിൾ ആയിട്ട് കാണുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് തോന്നും എന്ന് ടോമിയാക്ക അവനോട് പറയുന്നു. ഇത് കേട്ട് ജനമിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നു. അപ്പൊ ഇനി ആശ്വാസിന്റെ ഒക്കെ ലക്ഷ്യം ആ മാർക്ക് വരുത്താൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുകയാണ് മിക്സൂരി. അതെ, അതിനെ പറ്റിയുള്ള ഒരു ട്രെയിനിങ്ങിനെ പറ്റിയാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് ലേഡി അമാനയും പറയുന്നു. എല്ലാവരുടെ ഉള്ളിലും ഒരു മാർക്കിംഗ് ഒളിഞ്ഞു നടക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കണം. അതാണ് ഇനി നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അമാന അവിടെ നിന്നും പോകുന്നു. ആ മാർക്കില്ലാത്തവർക്ക് എങ്ങനെ മാർക്കിംഗ് വരുത്തും എന്ന് ചിന്തിച്ചിരിക്കുവാണ് മറ്റു ആശ്രാസ്. ശരി, ലേഡി അമാന പോയില്ലേ, ഞാനും പോവാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേക്കുവാണ് ടോമിയാക്കോ. ടോമിയാക്കോ, നിൽക്കവിടെ, ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് ജനമി അവനോട് പറയുന്നു. ഓ, അത് നിങ്ങൾ 6 പേരും കൂടിയും അങ്ങ് തീരുമാനിച്ചാ മതി. ഇത് കേട്ടോപനായി, ടോമിയാക്കോ, നീ എന്താ ഉദ്ദേശിക്കുന്നേ? നിന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ലെന്നാണോ? നീ ഒരു ഹാഷറാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി നീ ഇവിടെ നിന്നും പോയി ഒറ്റയ്ക്കിരുന്ന് ട്രെയിൻ ചെയ്യാനാണോ? അതാണോ നിന്റെ പ്ലാൻ? ഇതിന് മറുപടി പറയാതെ ടോമിയാക്കോ അവിടെ നിന്നും പോകുന്നു. ഹേയ് നിക്ക്, തിരിച്ചു വാ എന്ന് പറയുവാണ് ജനമി. ഹേയ് ടോമിയാക്കോ, ഒരു കാരണമില്ലാതെ നിനക്ക് ഇവിടെ നിന്നും പോകാൻ പറ്റില്ല. എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ നിനക്ക് എന്ന് ഷിനോബ അവനോട് ചോദിക്കുന്നു. ഇത് കേട്ട് ടോമിയാക്ക, ഞാൻ നിങ്ങളെ പോലെയല്ല, എനിക്ക് ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല. ഹേയ് ടോമിയാക്ക, നീ ഈ പറഞ്ഞത് ശരിയായില്ല. നീ എന്താ വിചാരിച്ചേ? നിന്നേക്കാൾ എത്രയോ താഴെയുള്ളതാണ് ഞങ്ങളെന്നാണോ? നീ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്. നീ എന്തോ വലിയവനാണെന്നാണോ നീ വിചാരിക്കുന്നേ എന്ന് ജനമി അവനോട് ചോദിക്കുന്നു. സോ ഒരു ഫൈറ്റ് വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരെയും തടയാൻ ശ്രമിക്കുവാണ് മിക്സൂരി. ഇത്രയൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടാതെ ടോമിയാക്ക അവിടെ നിന്ന് നടന്നു പോകുന്നു. നിൽക്കാനല്ലടാ നിന്നോട് പറഞ്ഞേ എന്ന് പറഞ്ഞ് അവന് നേരെ ജനമി പോകുന്നു. ഇതൊക്കെ കണ്ട് സ്റ്റോൺ ആഷിറ തന്റെ 2 കൈ കൂട്ടിയടിക്കുന്നു. ആ ഒരു അടിയിൽ ഒരു ചെറിയ ഭൂമികുലുക്കം പോലെ ഉണ്ടാവുന്നു. അവരെല്ലാവരും അവിടെ നിന്ന് വിറക്കുവാണ്. സിറ്റ് ഡൗൺ. നമ്മുടെ ഈ മീറ്റിംഗ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് സ്റ്റോൺ ആഷിറ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ടാഞ്ചറൊക്കെ കഴിക്കാൻ വേണ്ടി ഒരുപാട് ഫുഡ് കൊണ്ടു കൊടുക്കുന്ന ഗോട്ടോനെയാണ്. ഇവിടെയുള്ള ആളുകളൊക്കെ അവിടെ ആ 3 പിള്ളേരെയും ആവിയെയും ഒന്നും കാണാനില്ലല്ലോ. അവരൊക്കെ ഇത് എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുകയാണ് ഗോട്ടോ. ഇപ്പൊ ഇവിടെ പരിക്ക് പറ്റിയ ഡീമൺ സ്ലേയേഴ്സോ ഹാഷറാസോ ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പൊ അവരെല്ലാവരും നിസുക്കുടെ കൂടെ കളിക്കുവാണ്. അതുകൊണ്ടെന്താ നിസുക്കോ ഇപ്പോ അവരുടെ കൂടെ ചേർന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഓ, അത് നല്ല കാര്യമാ. പക്ഷെ ആ മഞ്ഞ കളർ മുടിയുള്ളവൻ അവൻ വന്നു കഴിഞ്ഞാൽ പണി പാളും എന്ന് ഗോട്ടോ പറയുന്ന സമയത്താണ് നമ്മുടെ ചെക്കൻ അവന്റെ മിഷനും കംപ്ലീറ്റ് ചെയ്ത് ബട്ടർഫ്ലൈ മെൻഷനിലോട്ട് വരുന്നത്. അപ്പോഴാണ് ഒരു ടോയ് അവന്റെ തലയിലോട്ട് വന്ന് വീഴുന്നത്. അപ്പോഴാണ് അതെടുക്കാൻ വന്ന കിയോ അവനെ കാണുന്നത്. ഹേയ് എല്ലാവരും നോക്കിയേ, ഇതാ മിസ്റ്റർ ജെനിസോ വന്നിരിക്കുന്നു എന്ന് അവള് വിളിച്ചു പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ജെനിസോയുടെ അടുത്തോട്ട് വരുന്നു. സൂമി, കിയോ, നാവോ, നിങ്ങൾ എനിക്ക് വേണ്ടിയാണോ ഇവിടെ കാത്തിരിക്കുന്നേ? ഓ, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന് തോന്നുന്നു. എനിക്കറിയാം നിങ്ങൾ എന്നെ മിസ് ചെയ്തുവെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമല്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? കഴിഞ്ഞ മിഷൻ നടക്കുന്ന സമയത്ത് ഞാൻ മരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഞാൻ അപ്പം മരിച്ചുപോയാ നിങ്ങൾ എല്ലാവരും എന്നെ മിസ് ചെയ്യില്ലേ? അതുകൊണ്ട് ഞാൻ എന്റെ ഫുൾ പവർ യൂസ് ചെയ്ത് മരിക്കാതെ രക്ഷപ്പെട്ടു വന്നു. അതും നിങ്ങൾക്ക് വേണ്ടി. കുറച്ചു കാലം ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സങ്കടമായി കാണുമല്ലേ? ഏയ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ തിരിച്ചു വന്നത് കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി എന്ന് കിയോ പറയുന്നു. അപ്പോഴാണ് മിസ്സസ് ആവി അങ്ങോട്ട് വരുന്നത്. മിസ്റ്റർ ജെനിറ്റ്സു, നിങ്ങളെ വീണ്ടും കണ്ടതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. ഏയ് ആവി, നിങ്ങൾ എന്നെ ഒരുപാട് മിസ് ചെയ്ത് കാണുമല്ലേ? ആ, ഞാൻ എന്തായാലും തിരിച്ചു വന്നില്ലേ നിങ്ങളുടെ ഒക്കെ ജെനിറ്റ്സു എന്ന് പറയുന്ന സമയത്താണ് അങ്ങോട്ടൊരാൾ എത്തി നോക്കുന്നത്. വേറെ ആരുമല്ല, നിസുക്കോ ആയിരുന്നു അത്. അവളെ കണ്ട് ജെനിറ്റ്സു ഒരു നിമിഷം അവളെ തന്നെ നോക്കുന്നു. പെട്ടെന്നതാ അവൻ അവിടെ അലറി വിളിക്കുന്നു. ഹേയ്, വെൽക്കം ഹോം എന്ന് നിസുക്കോ പറയുന്നു. ഇതും കൂടി കേട്ടപ്പോ ജെനിറ്റ്സോന്റെ കിളി മൊത്തത്തിൽ പോകുന്നു. ഓടി വന്ന നിസുക്കോ അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. നിസുക്കോ, നീ ഇപ്പൊ സംസാരിക്കുന്നു. എനിക്കറിയാം, എനിക്ക് വേണ്ടിയല്ലേ, എന്നോട് സംസാരിക്കാൻ വേണ്ടിയല്ലേ നീ സംസാരിക്കാൻ പഠിച്ചേ? ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ? എനിക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു. അതെ, എനിക്ക് മനസ്സിലായി. നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നു.
അന്ന് ആദ്യമായിട്ട് നിലാവിന്റെ വെട്ടത്തിൽ നിന്നെ ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടു. ഇപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്നെ കാണാൻ അതിനേക്കാൾ മനോഹരമാണ് നിസുകോ. നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തു തരും. അതുകൊണ്ട് ഒരു പേടിയില്ലാതെ നിനക്ക് എന്നെ കല്യാണം കഴിക്കാം എന്നൊക്കെ വളരെ ആവശ്യത്തിൽ ജെനിറ്റ്സോടെ വിളിച്ചു പറയുന്നു. ഇനോമുസ്കി വെൽക്കം ഹോം. എന്ത് ഇനോസ്കി? വീണ്ടും നിസുകോ ജെനിറ്റ്സിനെ നോക്കി ഇനോസ്കി എന്ന് വിളിക്കുന്നു. ഇത് കേട്ട് അവൻ ആകെ ഇല്ലാണ്ടാവുന്നു. എവിടെ അവൻ? എനിക്ക് അവനെ ഇപ്പൊ കൊല്ലണം. ഇതേ സമയം ഗോട്ടോ ടാഞ്ചറോട് ആ പന്നി തലയൻ എവിടെയാ? ഓ ഇനോസ്കിയോ രാവിലെ മൊത്തം ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എവിടെയാവോ? ആ രാവിലെ എന്തൊക്കെയോ അവൻ നിസ്കോക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് ഗോട്ടോ അവനോട് പറയുന്നു. അവനോ? അവൻ എന്ത് പഠിപ്പിച്ചു കൊടുക്കാൻ? അപ്പോഴാണ് ഇനോസ്കിയെ നിസ്കോക്ക് ഇനോസുക്കെ ഇത് കേട്ട് നിസുകോ അങ്ങനെയൊന്നും അല്ലടി ബിഗ് ബോസ് ഇനോസുക്കെ. സോ ഇനോസ്കി അവന്റെ പേര് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഇവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹാഗനാസ്ക അങ്ങോട്ട് വരുന്നത്. ഹാഗനാസ്ക, എന്തൊക്കെയുണ്ട്? നിങ്ങളുടെ മുറിവെല്ലാം ഹീലായോ എന്ന് ടാഞ്ചറോ ചോദിക്കുന്നു. എന്നാൽ അതിനൊന്നും മിണ്ടാതെ വിറച്ചുകൊണ്ട് അന്ന് പോളിഷ് ചെയ്യാൻ കൊണ്ടുപോയ സ്വോർഡ് പോളിഷ് ചെയ്ത് തിരിച്ചു വന്ന് കൊടുക്കുന്നു. റെങ്കോക്കോടെ സ്വോർഡിലുണ്ടായിരുന്ന ആ ഗാർഡ് പണ്ട് സാഞ്ചറോ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്വോർഡിൽ അതും വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ടാഞ്ചറോക്ക് ഒരുപാടധികം സന്തോഷാവുന്നുണ്ട്. ചെറിയൊരു കണ്ണീരോടെ കൊട്ടക്സുവിനെ പ്രൊട്ടക്ട് ചെയ്തതിന് ഒരുപാടധികം നന്ദിയുണ്ട്. തന്റെ പുതിയ കട്ടാന പുറത്തെടുത്ത ടാഞ്ചറോക്ക് അത് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. ഇത് വളരെ ഡീപ്പ് ബ്ലാക്ക് ഷെയ്ഡ് ആണല്ലോ. അതെ, അത് വളരെ ഹൈ ക്വാളിറ്റി സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ ആ കട്ടാന ഉണ്ടാക്കിയ സോഡ് സ്മിത്ത് വളരെയധികം സ്ട്രോങ് ആയിരിക്കും എന്ന് ഹാഗനാസ്ക പറയുന്നു. അപ്പോഴാണ് ആ സോഡിൽ ഡിസ്ട്രോയ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ടാഞ്ചറോ കാണുന്നത്. ഈ സോഡ് ഉണ്ടാക്കിയ സോഡ് സ്മിത്ത് എല്ലാ ഡീമൺസിനെയും ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഈ സോഡ് ഉണ്ടാക്കിയ തന്റെ പേര് അതിൽ എഴുതാതെ ഡിസ്ട്രോയ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. സാധാരണ ഹാഷറാസിനുള്ള സോഡ്സിൽ മാത്രമേ ഡിസ്ട്രോയ് എന്ന് എഴുതി വെക്കാറുള്ളൂ. ഇത് കേട്ട് ടാഞ്ചറോ ഞെട്ടുന്നു. എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഇത് അത്രയധികം ഐക്കോണിക് ആയിട്ടുള്ള സോഡാണോ? പക്ഷെ അന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുവാണ് ടാഞ്ചറോ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും അന്ന് പറഞ്ഞതല്ലേ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് പോലും കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന്. അതൊന്നും കേൾക്കാതെ നിങ്ങൾ അത് യൂസ് ചെയ്തു. ഞാൻ നല്ലപോലെ അതിന്റെ തുരുമ്പ് പോലും കളഞ്ഞിട്ടില്ലായിരുന്നു. അതിന്റെ ദേഷ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്ക് നിന്നെ കൊല്ലണം എന്ന് പറഞ്ഞ ഹാഗനാസ്ക അവനെ പിടിച്ചു ഞെക്കുന്നു. അന്ന് ആ ഡീമൺ അറ്റാക്ക് ചെയ്ത സമയത്ത് എന്റെ പുറകിലുള്ള മുറിവൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, എന്റെ കണ്ണുനീരി തുടക്കാൻ പോലും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതിനെല്ലാം കാരണം നീ ഒറ്റൊരുത്തൻ കാരണ ഞാൻ വീണ്ടും തുടക്കം തൊട്ടേ ഈ സോഡ് പോളിഷ് ചെയ്യേണ്ടി വന്നത്. അതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചോദിക്കും എന്ന് ഹാഗനാസ്ക പറയുന്നു. ഇതൊക്കെ കേട്ടുകോട്ടോ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം അറിയോ? അവനെ കൊണ്ട് ഇപ്പൊ അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റില്ല. നിങ്ങളെക്കാൾ കൂടുതൽ പരിക്ക് ഇപ്പൊ അവനുണ്ട്. എന്നാ ടാഞ്ചറോ, നീ കേട്ടോ, നീ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും എനിക്ക് റൈസ് ഡംപ്ലിങ്സ് കൊണ്ടുവന്ന് തന്നേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ഒരു വരവും കൂടി വരും. അന്ന് നിന്റെ അവസാനമായിരിക്കും എന്ന് പറഞ്ഞ് ഹാഗനാസ്ക അവിടെ നിന്നും പോകുന്നു. മിസ്റ്റർ ഹാഗനാസ്കാവ് ആദ്യത്തെ പോലെയല്ല, ഇപ്പൊ വളരെയധികം ശാന്തനായിരിക്കുന്നു. കാരണം പുള്ളിക്ക് നല്ല വേദനയുണ്ടാവും എന്ന് ടാഞ്ചറോ പറയുന്നു. അപ്പോഴാണ് ഇത്രയൊക്കെ ശബ്ദം കേട്ട് അവിടെ റെസ്റ്റ് എടുത്ത് കിടന്നുകൊണ്ടിരിക്കുന്ന ഗംഗിയായെ കാണുന്നത്. ആ വായും വെച്ചൊന്നും മിണ്ടാണ്ടിരിക്കടേ, ഇത് കുറെ നേരമായല്ലോ, മനുഷ്യനൊന്ന് റെസ്റ്റ് എടുക്കാനും സമ്മതിക്കില്ലേ എന്ന് ഗനിയ ചോദിക്കുന്നു. ഓ സോറി ഗനിയ, ഞാൻ ശ്രദ്ധിച്ചില്ല, ഇനി ശബ്ദം ഉണ്ടാക്കില്ല എന്ന് ടാഞ്ചറോ പറഞ്ഞു തീർന്നതും അവിടെ ഉണ്ടായിരുന്ന ജനം തള്ളിപ്പൊളിച്ചുകൊണ്ട് ഇനോസ്കി അങ്ങോട്ട് വരുന്നത്. അവിടെ കിടന്ന് ഒച്ചണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഇതിലും നല്ലത് ടാഞ്ചറോ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് ചെവിയും പൊത്തി കിടക്കുവാണ് ഗന്യ. ട്രെയിനിങ് അതെ, ട്രെയിനിങ് തുടങ്ങാൻ പോവാ. ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ് നടക്കാൻ പോവാ. എന്ത് ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ്ങോ? അതെന്താ സാധനം എന്ന് ടാഞ്ചറോ ചോദിക്കുന്നു. അയ്യോ അതെന്താണെന്ന് നിനക്കറിയില്ലേ? ഒരുപാട് ശക്തിയുള്ള എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് ട്രെയിനിങ് തരും. അങ്ങനെ എന്തൊക്കെയാ അവര് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കൂടുതലൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കരുത് എന്ന് ഇനോസുക്കി പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ് ആരംഭിക്കാൻ വേണ്ടിയുള്ള പ്ലാനുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഹാഷറാസിനെയാണ്. ശരി, ട്രെയിനിങ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എപ്പോ ഇത് ആരംഭിക്കും, എപ്പോ ഇത് അവസാനിക്കും എന്ന് ചോദിക്കുവാണ് ജനമി. നമ്മളിത് 3 ദിവസത്തിനുള്ളിൽ ആരംഭിക്കും. കാരണം മോസാൻകി ബിക്സുജിയുടെ പ്ലാൻ എന്താണെന്ന് നമുക്കറിയില്ല. എപ്പോ വേണമെങ്കിലും അവൻ നെസുകോയെ കൊണ്ടുപോകാൻ വരും. പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ ഹാഷറാസ് ആയിട്ടുള്ള നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോഡ് സ്മിത്ത് വില്ലേജിൽ നടന്ന സംഭവത്തിനു ശേഷം എല്ലാ ഡീമന്റെയും കണ്ണ് നിസുകോയുടെ മേളിലായിരിക്കും. കുറച്ചു സമയം കിട്ടിയാൽ തന്നെ നമ്മളെ കൊണ്ട് എല്ലാ ഡീമൺ സ്ലേയേഴ്സിനും ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല. സോ ഇപ്പൊ നമുക്ക് സുഗുക്കോസിന് മാത്രം ട്രെയിനിങ് കൊടുക്കാം. സുഗുക്കോസ് എന്ന് പറഞ്ഞ ഹാഷറാസുമായിട്ട് അടുത്തിടപഴകിയ ഡീമൺ സ്ലേയേഴ്സ് ടാഞ്ചറോ, ജെനിറ്റ്സോ, ഇനോസ്കി അവരൊക്കെ അതിൽപ്പെടും. ഹാഷറാസ് ആയിട്ടുള്ള നമ്മൾ മാത്രമാണോ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? അല്ല, റിട്ടയർഡ് ആയിട്ടുള്ള ഹാഷറാസിനോടും ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിന് വിരോധമൊന്നുമില്ലല്ലോ എന്ന് സ്റ്റോൺ ഹാഷറ ചോദിക്കുന്നു. ഹേയ്, വിരോധമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഞങ്ങളും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും.
പിന്നീട് ടാൻജറോയോട് അതേ ട്രെയിനിങ്ങിനെ പറ്റി സംസാരിക്കുന്ന സെനിറ്റ്സുനെയാണ് കാണുന്നത്. ഇപ്പൊ ഒരു മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വന്നതേ ഉള്ളൂ, വീണ്ടും ട്രെയിനിങ്ങോ? ഓ, നീയോ അതിന് പോകുന്നുണ്ടോ എന്ന് ടാൻജറോ ചോദിക്കുന്നു. എല്ലാ ആഷ്റാസും ഡീമൺ സ്ലേയേഴ്സിനെ ട്രെയിനിങ് ചെയ്യും, അതാണ് ഈ ട്രെയിനിങ്. ഓ, അപ്പൊ അത് നല്ല കാര്യമായിരിക്കുമല്ലോ എന്ന് ടാൻജറോ പറയുന്നു. നല്ല കാര്യോ? എന്ത് നല്ല കാര്യം? നമ്മളൊക്കെ ഒരുപാട് ട്രെയിനിങ് കിട്ടിയിട്ടല്ലേ ഇതുവരെ എത്തിയത്. ഇനിയും നമുക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ? എന്താ സെനിറ്റ്സു, ഇത്രയും നല്ല ഹാഷ്റാസ് നമ്മളെ ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ പങ്കെടുക്കണ്ടേ? നമ്മളല്ല, ഞാൻ മാത്രമായിരിക്കും പോകാൻ പോകുന്നത്. നിനക്ക് ഇവിടെ സുഖമായിട്ട് ഈ ബെഡിലും കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ, ട്രെയിനിങ് ഒക്കെ ഞങ്ങളല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സെനിറ്റ്സു അവന്റെ തലയിൽ കയറി കടിക്കുവാണ്. ട്രെയിനിങ്ങും വേണ്ട, ഒരു പുല്ലും വേണ്ട എന്ന് പറഞ്ഞ് സെനിറ്റ്സു അവിടെ നിന്നും പോകുന്നു. ഓ സെനിറ്റ്സു, ഞാനൊരു കാര്യം പറയാൻ മറന്നു. അപ്പർ മൂൺ 4-നെതിരെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ മൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് അന്ന് നീ തണ്ടർ ബ്രീത്തിങ്ങിനെ പറ്റി പറഞ്ഞതാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഡീമനെ തോൽപ്പിക്കാൻ സാധിച്ചത്. ഒരുപാടധികം നന്ദിയുണ്ട് സെനിറ്റ്സു. നീ എനിക്ക് അന്ന് അത് പറഞ്ഞു തന്നോണ്ട് എനിക്കും അത് ഒരുപാട് ഉപകാരപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഹാഷ്റാസ് നമ്മളെ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഭാവിയിൽ നമുക്ക് അത് ഒരുപാട് ഉപകാരപ്പെടും. ഒരു കാര്യവും നമുക്ക് വെറുതെ ആവില്ല സെനിറ്റ്സു എന്ന് ടാൻജറോ പറയുന്നു. സോ താൻ കാരണമാണ് ടാൻജറോക്ക് ആ ഡീമനെ തോൽപ്പിക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞ ടാൻജറോയെ കണ്ട് ഒരുപാട് സന്തോഷിക്കുകയാണ് സെനിറ്റ്സു. എന്താ ടാൻജറോ, നീ എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ? ശരി, ഞാൻ പോട്ടെ, ട്രെയിനിങ് ചെയ്യാനുള്ള സമയമായി, എനിക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് ടാറ്റ കൊടുത്ത് സെനിറ്റ്സു അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം അപ്പർമൂണിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത ഒരു കൈ നഷ്ടപ്പെട്ട ടെൻഗനെയാണ്. പുള്ളി ഇപ്പൊ റിട്ടയർഡ് ആയി. പക്ഷേ ഡീമൺ സ്ലേയേഴ്സിന് ട്രെയിനിങ് കൊടുക്കാൻ പുള്ളിയും തയ്യാറായിട്ടുണ്ട്. ഡേ, എന്തുവാടേ കാണിക്കുന്നേ? വേഗം ഓടറാ. ബിഗിനേഴ്സിന് സ്റ്റാമിന വളരെ കുറവായിരിക്കും എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഓടുന്നതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? ഇങ്ങനെ ഓട് കമോൺ. പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഡീമൺ സ്ലേയേഴ്സ് എല്ലാം തളർന്ന് താഴെ വീഴുന്നു. ആരടാ നിങ്ങളോട് ഇപ്പൊ തളരാൻ പറഞ്ഞേ? എണീറ്റ് ഓടറാ എന്ന് പറഞ്ഞ് അവന്റെ ചന്തി കിട്ടുന്നത് കൊടുക്കുന്നു. അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നെ പോലെ അത്ര സോഫ്റ്റ് ആവണമെന്നില്ല മറ്റു ഹാഷ്റാസ് എന്ന് ടെൻകൻ അവരോട് പറയുന്നു. ഇതേ സമയം ടെൻകന്റെ ഭാര്യമാർ അവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നു. ഓ, ഇവന്മാരൊക്കെ ഇതുപോലെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഇവരെ നിങ്ങളുടെ അടുത്തോട്ട് അയച്ചിരിക്കുന്നത് ഇവരുടെ സ്റ്റാമിന ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ? അപ്പൊ മറ്റു ഹാഷ്റാസോ? ടോക്കിട്ടോ ഇവർക്ക് എങ്ങനെ മൂവ് ചെയ്യണോന്ന് പറഞ്ഞു കൊടുക്കും. പിന്നീട് മിക്സൂരിയുടെ ഫ്ലെക്സിബിൾ ട്രെയിനിങ്, ഒബനായി ഇവരുടെ സോഡ് സ്കിൽ ഇംപ്രൂവ് ചെയ്യും. സെനമി ഇവർക്ക് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നീട് ഗിയോമെ ഹിമജിമെ ഇവർക്ക് ബോഡി ബിൽഡിംഗ് ട്രെയിനിങ് കൊടുക്കും. പിന്നീട് സെനമിയാണ് കാണിക്കുന്നത് എല്ലാ ഡീമൺസിനെയും വാരിക്കോരി അടിക്കുന്നു. മിക്സൂരി ആണെങ്കിൽ ഒരു ഡീമൺ സ്ലേയറെ പിടിച്ച് ഫ്ലെക്സിബിൾ ആക്കി കൊണ്ടിരിക്കുകയാണ്. ഒബനായി ആണെങ്കിൽ സോഡും കൊണ്ടുവരുന്ന എല്ലാ ഡീമൺസിനെയും അടിച്ച് താഴെ ഇടുന്നു. ടോക്കിട്ടോ എല്ലാ ഡീമൺസിനെയും എങ്ങനെ നല്ല രീതിയിൽ മൂവ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു. പിന്നീട് ഗിയോമെ അവരെ വെള്ളത്തിൽ വെച്ച് ട്രെയിനിങ് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ബെഡിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ടാൻജറോയുടെ അടുത്തോട്ട് ഒരു കാക്ക പറന്നു വരുന്നതാണ്. അതിന്റെ കയ്യിൽ ഒരു കത്തുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഹാഷറ ട്രെയിനിങ്ങിന് ഇനി ഗിയോ ടോമിയാക്കോ ഇല്ല. ഇത് കണ്ട് ടാൻജറോ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുവാണ്. പിന്നീട് വയ്യാതെ കിടക്കുന്ന ഉഭയാഷിക്കുകയാണ് കാണുന്നത്. ഹാഷ്റാസ് മുഴുവൻ വരാൻ പോകുന്ന യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവർ ഒരു ഹാഷ്റ ട്രെയിനിങ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. മൂസാൻ കിബുക്സുജിയെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ കുട്ടികൾ ഓരോ പടിയും മുന്നിലോട്ട് എടുത്തു വെക്കുന്നു എന്ന് ലേഡി അമാനെ അവരോട് പറയുന്നു. അമാനെ, നീ എനിക്ക് ചെയ്തു തരുന്ന എല്ലാത്തിനും ഒരുപാടധികം നന്ദിയുണ്ട്. ഇതൊരിക്കലും ഞാൻ മറക്കില്ല. ഇത് കേട്ട് അമാനെ സങ്കടത്തോടെ കരയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ലേഡി തമായോ ആണ്. അവരവിടെ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കാക്ക അങ്ങോട്ട് വരുന്നത്. ഗുഡ് ഈവനിങ് മിസ് തമായോ, നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. ഞാൻ കഗായ ഉബോഷിക്കിയുടെ ഒരു മെസ്സഞ്ചർ ആണ്. നിങ്ങൾ ഒളിച്ചു താമസിക്കുന്ന ഈ സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മുന്നേ മാസ്റ്റർ കിടപ്പിലായി. നീ എങ്ങനെയാ എന്നെ കണ്ടുപിടിച്ചേ എന്ന് ലേഡി തമായ ആ കാക്കയോട് ചോദിക്കുന്നു. ഞാനൊരു കാക്കയായോണ്ട് എന്നെ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പോഴാണ് നിങ്ങളുടെ അനിയനായിട്ടുള്ള ഉഷിരോയെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അവനെ ഫോളോ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ ഉപദ്രവിക്കാനല്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഡീമൺ സ്ലെയർ കോർപ്പിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ഡീമൺസിന്റെ ഫിസിയോളജിയെ പറ്റിയും മരുന്നുകളെ പറ്റിയും എല്ലാ കാര്യങ്ങളും അറിയാം. സോ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് നിസുക്കോയെ തിരിച്ച് മനുഷ്യനാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഡീമൺ സ്ലെയർ കോർപ്പിലോട്ട് വരണമെന്നാണ്. എന്ത് പറയുന്നു? മൂസാൻ കിബുക്സുജിയെ തോൽപ്പിക്കാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കില്ലേ എന്നാ കാക്ക അവളോട് ചോദിക്കുന്നു. എന്ത്, ഒരു ഡീമൺ ആയിട്ടുള്ള എന്നെ ഡീമൺ സ്ലെയർ കോർപ്പിലോട്ട് നിങ്ങൾ ക്ഷണിക്കുന്നോ എന്നും പറഞ്ഞ് ഞെട്ടി നിൽക്കുന്ന തമായ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഡീമൺ സ്ലെയർ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. നമ്മുടെ ഈ ചാനലിൽ ഫസ്റ്റ് ഇട്ട വീഡിയോ ഡീമൺ സ്ലെയർ സീരീസ് ആണ്. കഴിഞ്ഞ വർഷം മെയ് 10-ാം തീയതിയാണ് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. സോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാടധികം നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുറന്നുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.